സാനിയ മനോമിയുണ്ട് കോഴിക്കോട് മിഠായി തെരുവിൽ. ചാലയിൽ നിന്ന് നമ്മൾ നേരെ മിഠായി തെരുവിലേക്ക് ലാൻഡ് ചെയ്യുന്നു. സാനിയ മനോമി, ഗുഡ് ഈവനിങ്. മിഠായി തെരുവിൽ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തൊരു ചോദ്യമാണെന്ന് തിരിച്ചാളുകൾ ചോദിക്കും, അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. സാനിയോ, ഓണം എന്തായി? സുജയ, ഞാനിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു വല്ലാത്ത കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം മിഠായി തെരുവിൽ നല്ല മഴയാണ്. കോഴിക്കോട് മൊത്തത്തിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ മഴയാണ്. അതുകൊണ്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് വളരെ കുറവാണ്. കൂടാതെ ഞാൻ ഇന്ന് ഞങ്ങളുടെ ബ്യൂറോയിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മലയാളി മങ്കയൊക്കെ ആയി വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സ് പിടിക്കണം, ഫോൺ പിടിക്കണം, കുട പിടിക്കണം, മൈക്ക് പിടിക്കണം. അതിനിടയ്ക്ക് എനിക്ക് ആളുകളെയും കാണണം. ഏതായാലും നമുക്ക് ആളുകളെ തന്നെ കാണാം. ഓണം മൂടണ്ടായി, ഓണത്തിന്റെ മൂടലായിരിക്കും. ഓണാഘോഷം എവിടെ വരെ പഠിക്കുവാണ്? കോളേജിലേക്ക് ഓണാഘോഷം കഴിഞ്ഞു. സാരിയെ കൊടുത്ത് പോയിരുന്നോ? അടിപൊളിയായി. എല്ലാവരും സാരിയെ കൊടുത്താണോ വന്ന്? ഇവരൊക്കെ സാരിയൊക്കെ കൊടുത്ത് കോളേജിൽ പോയി ഓണം ആഘോഷിച്ച് ഇപ്പം ഓണപ്പൊട്ടൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഓണപ്പൊട്ടനോട് നമുക്ക് സംസാരിക്കുക സാധ്യമല്ല. കാരണം ഒരാചാരത്തിന്റെ ഭാഗമായി ഓണപ്പൊട്ടൻ സംസാരിക്കില്ല എന്നാണ്. ചേച്ചി, ഓണമൊക്കെ ഇവിടെ വരെ എത്തി? മഴ പ്രശ്നമായോ? മഴ ചെറിയ പ്രശ്നമാണ്. അതാണ് എല്ലാവരും അതാ പറയുന്നത്, മഴ ഒരു പ്രശ്നമാണ്. കാരണം കച്ചവടക്കാർക്കൊക്കെ മഴയുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കോഴിക്കോട്ട് മഴ പെയ്തു, പക്ഷേ മഴ പെയ്താൽ മഴയത്ത് നമ്മൾ ആഘോഷിക്കും. അതാണ് മലയാളിയുടെ ഒരു മൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാനിയോ, മഴയത്ത് നനഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്, മൈക്കും ഒക്കെ നനയുന്നുണ്ട്. സാനിയോ, അപ്പോൾ മഴയത്ത് നിന്ന് ആ കുട ചൂടി ഒന്ന് മഴയില്ലാത്ത ഒരു വരാന്തയിലേക്ക് കയറിക്കോളൂ. സാനിയോയെ മഴ നനയിക്കണ്ട, പാവം രാവിലെ പട്ടുപാവാടയൊക്കെ ഇട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്.